ലൈവിൽ ഒരുപാട് സമയമായിട്ട് അനുമോളും പ്രവീണും സംസാരിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ഒരുപാട് കാര്യങ്ങൾ പ്രവീണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എടാ പ്രവീണെ, നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞാനൊന്ന് സന്തോഷിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള എല്ലാവരും എൻജോയ് ചെയ്ത് സന്തോഷിച്ച് നടക്കുകയാണ്. ഞാൻ ഇവിടെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ അടുത്ത് വരുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് തമാശ പറയും. ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ നീ അത് സീരിയസ് ആയിട്ട് എടുക്കത്തൊന്നുമില്ല. നീ അതേ സെൻസിലെടുത്തിട്ട് നീ അതെൻ്റെ അടുത്ത് തിരിച്ച് പറയും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചല്ലോ. ഇന്നലെ ഞാൻ വേറെ ആരുടെയൊക്കെ അടുത്ത് പോയിട്ടും എനിക്ക് സന്തോഷം കിട്ടിയില്ല. ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് സന്തോഷിച്ചപ്പോഴാണ് എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാൻ പറ്റിയത് എന്നൊക്കെ അനുമോൾ ഇങ്ങനെ ലൈവിൽ പ്രവീണിൻ്റെ അടുത്ത് പറയുകയാണ്. പ്രവീൺ അതൊന്നും ജഡ്ജ് ചെയ്യാതെ ഇങ്ങനെ കേട്ടുകൊണ്ട് അനുമോൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പ്രവീണിനെ ഒരു വൈൽഡ് കാർഡിന് പകരം ആദ്യം തന്നെ ഈ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് ഏറ്റി വിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു ലവ് ട്രാക്ക് ഈ ഒരു സീസണിൽ കാണേണ്ടി വന്നേനെ. ഈ ഒരു സീസണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് കോംബോയും ലവ് ട്രാക്കെല്ലാം ഏറ്റവും അവസാനം ക്ലൈമാക്സ് എത്തി അത് കഴിഞ്ഞിട്ടാണ് എല്ലാം വർക്കൗട്ട് ആകുന്നത്. ബിഗ് ബോസ് ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഇവനെ നേരത്തെ എന്തുകൊണ്ട് കയറ്റി വിടാനുള്ള ബുദ്ധി തോന്നിയില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.